ലാലേട്ട, ഓണം വരുമ്പോൾ പൊതുവെ മലയാളികൾ നോക്കാറ് ലാലേട്ടന്റെ സിനിമയുണ്ടോ എന്നുള്ളതാണ്. ഇത്തവണയും പ്രതീക്ഷ തെറ്റിയില്ല. മലയാളികൾക്ക് ഓണവിരുന്നായിട്ട് ഹൃദയപൂർവ്വം വരുവാണ്. ഹൃദയപൂർവ്വത്തിന് ഹൃദയത്തിലേറ്റാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു നൊസ്റ്റാൾജിയ കൂടി ഉണ്ടല്ലേ ലാലേട്ട? സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, എവർഗ്രീൻ കോംബോ അല്ലേ ലാലേട്ട? നൊസ്റ്റാൾജിയ അല്ല, പക്ഷേ ഇതിൽ ഹൃദയപൂർവ്വത്തിൽ സാധാരണ ഞാനും സത്യേട്ടനൊക്കെയുള്ള സിനിമകളിലുള്ള ഒരുപാട് പേരില്ല. കാര്യം അവരൊക്കെ നമ്മളെ വിട്ടു പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള സിനിമയെപ്പറ്റി ചിന്തിക്കാൻ പ്രയാസമാണ്. ഇതിലും കൂടുതൽ പുതിയ ആൾക്കാരാണ്. ഞാനിപ്പം ഇവിടെ നിന്ന് ഇതിൻ്റെ പേരുകൾ വായിക്കുകയായിരുന്നു. ഇതിൽ മ്യൂസിക്കായാലും ക്യാമറയായാലും നമ്മുടെ കൊളീഗ്സ്, കോസ്റ്റാർസ് ഒക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കഥ പുതിയതാണ്. പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം പുതിയ കാര്യങ്ങളാണ് ഞാനും സത്യേട്ടനുമായിട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏതാണ്ട് 20ാമത്തെ സിനിമയാണ്. 40 വർഷത്തെ ബന്ധമാണ്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, സാധാരണ സത്യൻ അന്തിക്കാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് തോന്നാവുന്ന ഒരു സിനിമയാണല്ലോ. ഒരു നാട്ടിൻപുറം, സൈക്കിള്, കാര്യങ്ങൾ, അങ്ങനത്തെ ഇമോഷൻസ് ഇതൊക്കെ മാറിയിട്ട് ഇത് കേരളത്തിന് പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് സീനുകൾ പൂനെയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണാത്ത ഒരു സ്ഥലം, ഒരു കഥാപാത്രങ്ങൾ, അതിൻ്റെ ഇമോഷൻസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ്. തീർച്ചയായിട്ടും ഓണത്തിന് കുടുംബ സമേതം പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. അല്ലെങ്കിലും സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ അത്തരത്തിലുള്ള സിനിമകളാണ്. ഇതിന് കുറേ കൂടെ പ്രത്യേകതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇനിയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ആൾക്കാർ കാണണം, അവർക്ക് ഇഷ്ടമാകണം, അങ്ങനെ അതൊരു സക്സസ്സിലേക്ക് പോകണം. അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ഹൃദയപൂർവ്വം ആൾക്കാർ അതിനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ലാലേട്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സത്യൻ സാർ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. ഹൃദയപൂർവ്വം എന്നുള്ള പേര് ഇട്ടത് ലാലേട്ടനാണെന്ന്. അതെന്താ ലാലേട്ട ഹൃദയപൂർവ്വം എന്നൊരു പേര് മനസ്സിലോട്ട് വരാൻ കാരണം? ആ സിനിമയുടെ കഥയായിട്ട് അത് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സസ്പെൻസ് പോകും. ലാലേട്ടൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വന്ന പേരാണോ ഹൃദയപൂർവ്വം? ആ സിനിമയായിട്ട് വളരെയധികം കണക്റ്റഡാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു ഒരു ടൈറ്റിൽ ഇതിനിടാൻ പാടുള്ളൂ എന്ന് തോന്നും. അത് ആ സിനിമയുടെ ഒരു ഗതി അനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാമിലും കൂടെ ഇരിക്കുമ്പം അതിൽ ഹൃദയപൂർവ്വം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എനിക്ക് മനസ്സിൽ വന്നൊരു പേരെന്ന്. സത്യൻ അന്തിക്കാടിൻ്റെ സാധാരണ സിനിമ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈറ്റിൽ വെളിയിൽ വരുള്ളൂ. പക്ഷേ ഇത് ആദ്യമേ എഴുതി. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് എഴുതാമോ എന്ന് ചോദിച്ചാൽ ഞാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണത്. ലാലേട്ടൻ്റെ അക്ഷരമാണ്. അതെ. ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു 20ാമത്തെ സിനിമയാണെന്ന്. അപ്പം ഈ ഹൃദയപൂർവ്വം മറ്റ് 19 സത്യൻ അന്തിക്കാട്, മോഹൻലാൽ കോമ്പോയിലുള്ള മറ്റ് 19 സിനിമകളിൽ നിന്ന് എന്തൊരു വ്യത്യസ്തത ഞാൻ ചോദിച്ചാൽ ലാലേട്ടൻ എന്തുത്തരം പറയും? ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പ്രമേയം, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. കാര്യം സത്യൻ്റെ സാധാരണ സിനിമകളിൽ നമുക്ക് ഒരുപാട്, ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ KPC ലളിത ചേച്ചി, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി സാറ്, നെടുമുടി വേണു, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സത്യൻ്റെ സിനിമയിലുണ്ടാവും. ഇപ്പോൾ പ്രിയദർശൻ്റെ സിനിമയിലൊക്കെ. പക്ഷെ ഇപ്പോൾ അവരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു വേറൊരു പ്രമേയത്തിലേക്ക് പോകേണ്ടി വരും. കാര്യം ഇപ്പം നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ചെയ്യേണ്ട ഒരു സീനാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയും പ്രമേയപരമായിട്ടും അതിൻ്റെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നൊക്കെ രീതി വേറെ തരത്തിലാണ്. സാധാരണ സത്യേട്ടൻ്റെ സിനിമകൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലില്ല. പക്ഷെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ തലമുറകളുടെ ഒരു സംഗമം കൂടിയുണ്ട്. സത്യൻ സാറിൻ്റെ മക്കളടക്കം ഇതിലുണ്ട്. അതിൽ പുതിയതായിട്ട് അവൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ്. പുതിയത് പഴയതെന്നുള്ളതിലാണ് പറയുന്നത്. വളരെ കുറച്ച് കാലമായിട്ട് സിനിമയിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും വളരെ നല്ല റോളുകളാണ് കിട്ടിയിരിക്കുന്നത്. അവരത് ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ പുതുമ.